മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമുക്ക് ഫിസിക്സ് എക്സാമില് പാസ്സാവാൻ സിമ്പിൾ ആണ്, കുറച്ച് മാർക്ക് മതി. പക്ഷേ നമുക്ക് 40-ൽ 40 മാർക്ക് നേടാനാണ് ഏറ്റവും പ്രയാസമുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫുൾ A+ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചില കട്ടുകട്ടി ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം, കേൾക്കണം, അറിഞ്ഞ് പ്രോബ്ലങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ, മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. നമുക്ക് SCRT ഇറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ പാറ്റേൺ രൂപത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പരീക്ഷയുടെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം മക്കളെ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സമയം കളയുന്നില്ല. എല്ലാവർക്കും വരുന്ന പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടട്ടെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നു, നമ്മൾ ലൈവ് ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക? കോണ്ടന്റ് വീഡിയോയും അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വരാനിരിക്കുന്ന പരീക്ഷ നമ്മൾ തൂക്കും. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ സെറ്റാണ് കേട്ടോ, ആരും ഒന്നും പേടിക്കേണ്ട. അപ്പൊ നോക്കിക്കോളും. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ മാധ്യമം, അപവർത്തനാങ്കം. മാധ്യമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മീഡിയം ആണ്. അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പൊ ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ 2 ചോദ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. 2 ചോദ്യങ്ങൾ. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രകാശവേഗം ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതായിരിക്കും? അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതലുള്ള മീഡിയം ഏതായിരിക്കും, എന്തുകൊണ്ട് എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തറിയോ? അതായത് അപവർത്തനാങ്കം കൂടുതലാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അവിടെ ലൈറ്റിന്റെ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും. ഇതാ നോക്കൂ, ഇവിടെ ജലത്തിന്റെ അപവർത്തനാങ്കം 1.33 ആണ്. വായു എന്ന് പറഞ്ഞാൽ 1.003 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഇനി അടുത്ത ക്രൗൺ ഗ്ലാസ്, അതേപോലെ തന്നെ മണ്ണെണ്ണ, ഇങ്ങനെ ഓരോന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും കുറവ് ഏതിനാണ് മക്കളെ? ഇതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഏതിനാണ്? എയർ, വായുവിനാണ്. അതുകൊണ്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? എയറിലായിരിക്കും. കാരണം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? കൂടുതലായിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ B ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളോട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മണ്ണെണ്ണയിൽ നിന്ന് ജലത്തിലേക്കാണ് പ്രകാശം പതിക്കുന്നതെങ്കിൽ ചിത്രം കംപ്ലീറ്റ് ആക്കണം. ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്നത്, നമ്മളോട് കംപ്ലീറ്റ് ദ ഡയഗ്രാം ചെയ്യാൻ പറയാണ്. എന്താണ്? ലൈറ്റ് ഫാളിങ് ഫ്രം കെറോസിൻ ടു വാട്ടർ. അവിടെയാണ് മോനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എടാ മോനെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് പാസ് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? കെറോസിൽ നിന്ന് വാട്ടറിലേക്കാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? കെറോസിൻ എന്ന് പറയുമ്പോൾ അതിന്റെ അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.44 ആണ്. വാട്ടറിന്റെ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 1.33 ആണ്. അപ്പൊ ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പൊ നോക്കിക്കോളൂ, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ വരച്ചു. ഇത് 2 മീഡിയമാണ്, ഒന്ന് കെറോസിനും അടുത്തത് വാട്ടറും. അപ്പൊ കെറോസിനും വാട്ടറും തന്നു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലൈറ്റ് ഫാളിങ് ഫ്രം കെറോസിൻ ടു വാട്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫാൾ ചെയ്യുന്നത്? കെറോസിൽ നിന്ന് മണ്ണെണ്ണയിൽ നിന്ന് വെള്ളത്തിലേക്കാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തറിയോ? ഒരു ലംബം ഇങ്ങനെ വരച്ചു. ലംബം എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ വരച്ചു കഴിഞ്ഞാല് ഞാൻ അവിടെ എന്ത് ചെയ്തു? ഒരു നോർമൽ വരച്ചു വിചാരിക്കുക. ഇങ്ങനെ നോർമൽ വരച്ച് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കെറോസിൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. ഏതിനപേക്ഷിച്ച്? വാട്ടറിനെ അപേക്ഷിച്ച്. അപ്പോൾ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലാണെങ്കിൽ എപ്പോഴും ലൈറ്റ് എന്ത് ചെയ്യുന്നു? എവേ ഫ്രം ദ നോർമൽ. നോർമൽ നിന്ന് അകന്നാണ് പോവുക. അപ്പൊ ഈ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? പെൻസിൽ ഒന്ന് മാറ്റട്ടെ. ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു കാരണവശാൽ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് ഇവിടെ. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടിയാൽ എവേ ഫ്രം ദ നോർമൽ നിന്ന് അകന്നു പോകുന്നു. ഇതാണ് നമ്മുടെ ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു പഠിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക? കെറോസിന്റെ 1.44 ആണ്, വാട്ടറിന്റെ 1.33 ആണ്. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. അപ്പോൾ എവേ ഫ്രം ദ നോർമൽ. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ പിന്നെ ഈ ഒരു ചോദ്യം ഇനി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ തെറ്റിക്കൂല. അപ്പോൾ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഇതേപോലെ, ഇതന്നെയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കത്തെ ബേസ് ചെയ്തിട്ട് ഇതേപോലെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? അപവർത്തനാങ്കം കൂടുതലാണെങ്കിൽ അവിടെ ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും. അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ്
ഇൻഡെക്സ് കുറവാണെങ്കിൽ അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഈ രൂപത്തിൽ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പൊ ഇത് പഠിച്ചല്ലോ, സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ തേർഡ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പല ക്ലാസ്സുകളിലും ചിലപ്പോൾ തേർഡ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരിക്കില്ല, എങ്കിലും നമ്മൾ ഇതൊന്ന് പഠിച്ചു വെക്കണം, ഓർത്തു വെക്കുക. ആദ്യത്തെ ഒരു ഏരിയ ചിലപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു വസ്തുവിൽ കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറോട്ടുള്ള ദിശയിൽ 18 ന്യൂട്ടൺ ബലം കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറോട്ട് ദിശയിൽ, അതായത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 18 ന്യൂട്ടൺ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. അതേസമയം അതിന്റെ എതിർദിശയിൽ എത്രയാണ്? 25 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം, അതായത് റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പരിണിത ബലം, റിസൾട്ടന്റ് ഫോഴ്സ് 0 ആകണമെങ്കിൽ കിഴക്കോട്ട് പ്രയോഗിക്കുന്ന ബലത്തിൽ എത്രമാത്രം മാറ്റം വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് പഠിക്കാൻ ഞാനൊരു വസ്തു ഇങ്ങനെ വരയ്ക്കുന്നു. ഇതൊരു വസ്തുവാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? പടിഞ്ഞാറോട്ടുള്ള ദിശയിൽ 18 ന്യൂട്ടൺ. ഇതാണ് വെസ്റ്റ്, ഇതാണ് ഈസ്റ്റ്. ഇതൊക്കെ ഓൾഡിങ്ങൊക്കെ അറിയാം. അങ്ങനെ പടിഞ്ഞാറോട്ടുള്ള ദിശയിൽ എന്ത് ചെയ്യുന്നു? പടിഞ്ഞാറ് ദിശയിലേക്ക് എത്ര ന്യൂട്ടൺ? 18 ന്യൂട്ടൺ. അതിന്റെ എതിർദിശയിലേക്ക് എത്രയാണ്? 25 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടെത്തുക. റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടെത്താൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F=F1 + F2. ഇതാണ് നമ്മൾ ഇക്വേഷൻ. F1 പോസിറ്റീവ് ആണെങ്കിൽ F2 നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇക്വേഷനൊക്കെ അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ എന്ത് ചെയ്തറിയോ? ഇത് F1 കൊടുത്തു, ഇത് F2. ചില കുട്ടികൾ പറയും, സാറേ ഇപ്പുറത്ത് F1 അല്ലെങ്കിൽ സാറേ ഇത് F2 ആക്കിക്കൂടെ? ആക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ F1 ആക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പ്രോബ്ലം ആൻസർ എപ്പോഴും, ഫൈനൽ ആൻസർ എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി F1 നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ F2 നിങ്ങൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ F1 എന്ന് പറഞ്ഞാൽ +25 ന്യൂട്ടൺ, F2 എന്ന് പറഞ്ഞാൽ -18 ന്യൂട്ടൺ. എടാ അമ്പാനെ മോനെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്ലസും മൈനസും ശ്രദ്ധിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F=F1 + F2. F1 എന്ന് പറഞ്ഞാൽ +25 എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ 25 അങ്ങനെ തന്നെ എഴുതി. പ്ലസ് രണ്ടാമത്തെ പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഈ പ്ലസ് ആണ് ഞാൻ ഇവിടെ ഇട്ടത്. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് F2 എന്ന് പറഞ്ഞാൽ -18 ആണ്. അപ്പൊ ഞാനത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ബ്രാക്കറ്റ് കൊടുത്തു. -18, വേറൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ 25, ഈ പ്ലസും ഈ മൈനസും കൂടി ചേർന്ന -18 എന്ന് വരും. 25 18 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 7 ന്യൂട്ടൺ എന്ന് കിട്ടി. എത്ര ന്യൂട്ടൺ കിട്ടി? 7 ന്യൂട്ടൺ. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ റിസൾട്ടന്റ് ഫോഴ്സ് എഴുതുക എന്ന് പറഞ്ഞത് 7 ന്യൂട്ടൺ എന്നാണ്. ഇനി ഏത് ഡയറക്ഷൻ, ദിശയും കൂടി ചേർക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കുക, ഇവിടുന്നാണ് 7 ന്യൂട്ടൺ കൂടുതലുള്ളത്. അപ്പൊ ടുവേർഡ്സ് ഈസ്റ്റ്. ഡയറക്ഷൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടുവേർഡ്സ് ഈസ്റ്റ്, അതായത് കിഴക്ക് ദിശയിലായിരിക്കും ഇതിന് ചലനം ഉണ്ടാവുക, മോഷൻ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഓർത്തു വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, പരിണിത ബലം 0 ആകണമെങ്കിൽ കണ്ടില്ലേ, നെറ്റ് ഫോഴ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നെറ്റ് ഫോഴ്സ് കേട്ടാ ഞെട്ടിപ്പോരുത്. എന്താണ്? റിസൾട്ടന്റ് ഫോഴ്സ്, ഇഫക്റ്റീവ് ഫോഴ്സ്, പരിണിത ബലം, സഫല ബലം എന്നാണ്. അപ്പൊ ആ നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? കിഴക്കോട്ട് പ്രയോഗിക്കുന്ന ബലത്തിൽ എത്ര മാറ്റം വരുത്തണം എന്നാണ്. അപ്പൊ നോക്കുക, ഇവിടെ 25 ന്യൂട്ടൺ, ഇവിടെ 18 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ഇത് 18 ന്യൂട്ടൺ ആവണം, അല്ലെങ്കിൽ ഇത് 25 ന്യൂട്ടൺ ആവണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ 25 ന്യൂട്ടൺ ആവണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഒരു 7 ന്യൂട്ടൺ കൂടി ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ഒരു 7 ന്യൂട്ടൺ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും F=F1 + F2. അപ്പൊ രണ്ടും 25 മാറും. അപ്പോൾ 25 - 25 എന്ന് വരും അല്ലേ? -25 - 25 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഒന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? +7 ന്യൂട്ടൺ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 7 ന്യൂട്ടൺ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇഫ് ദ ഫോഴ്സ്, അതായത് 7 ന്യൂട്ടൺ ഈസ് റെഡ്യൂസ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ സമയം കളയാതെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യത്തിലേക്ക് കിടക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സാധാരണ ഇത് ക്രിട്ടിക്കൽ കോണും അതേപോലെ തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പോൾ പുതിയ പാറ്റേൺ രൂപത്തിലുള്ള ചോദ്യം നമ്മൾ പഠിച്ചു വെക്കണം, അറിഞ്ഞു വെക്കണം, കേട്ട് വെക്കണം.
എഴുതണം. ഓക്കെ, അങ്ങനെ ഇതാ ചോദ്യം നോക്ക്. നമുക്ക് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നമുക്ക് മീഡിയം 1ഉം മീഡിയം 2ഉം തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും ലൈവ് ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇവിടെ ഈ ആരോ മാർക്ക് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. എടാ മോനെ, അപ്പൊ ഈ ആരോ മാർക്ക് ശ്രദ്ധിക്കും. ചില ആളുകളൊന്നും ഈ ആരോ മാർക്ക് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, എന്നിട്ട് പറയും ക്വസ്റ്റ്യൻ തെറ്റാണ് എന്ന് പറയും. അപ്പൊ ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതെന്താണ്, ഈ 2 ആരോ മാർക്ക് ശ്രദ്ധിക്കാം. ഒരു മീഡിയത്തിലൂടെ, ഒരു മാധ്യമത്തിലൂടെ ലൈറ്റ് വന്ന് അതിന്റെ സർഫസ് ഏരിയയിലൂടെ പോകുന്നു. ചില ആളുകൾ പറയും ഇത് നോർമൽ ആണെന്ന് വിചാരിച്ചു സാറേ. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നോക്കുക, ഇവിടെയാണ് ഒരു മീഡിയം, ഇവിടെയാണ് അടുത്തൊരു മീഡിയം. ഈ 2 മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അവിടെ ആ ഒരു വര. അപ്പൊ ഇവിടുന്ന് ലൈറ്റ് വന്നിട്ട് സർഫസ് ഏരിയയിലൂടെ പോകുന്നു. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ സർഫസ് ഏരിയയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിനെ നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നു, അത് സർഫസ് ഏരിയയിലൂടെ പോയി. അതിന് പകരം ഈ ചിത്രത്തിൽ ഇവിടുന്ന് ഒരു ലൈറ്റ് വന്ന് ഇങ്ങനെ തന്നു. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു നോർമൽ ഇങ്ങനെ വരച്ചു. നോർമൽ കാണുന്നുണ്ടോ? ഞാൻ ഒന്ന് വലുതാക്കി വരയ്ക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു നോർമൽ ഇങ്ങനെ വരച്ചു. ആ നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പതനക്കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ എത്രയായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 50 ഡിഗ്രിയിൽ വന്നപ്പോൾ സർഫസ് ഏരിയയിലൂടെ പോയി. അപ്പൊ 50 ഡിഗ്രിയേക്കാൾ കൂടുതൽ വന്നാലോ അതേ മീഡിയത്തിലേക്ക് തന്നെ വരും. നിങ്ങൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും അതായത് പൂർണ്ണാന്തര പ്രതിപതനം ക്രിട്ടിക്കൽ ആംഗിളൊക്കെ പഠിച്ചിട്ടില്ലേ, അതേപോലെ തന്നെ. അപ്പൊ എ എന്ന മാധ്യമത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എത്ര? ഒരു കൺഫ്യൂഷനും വേണ്ട, ഇവിടുത്തെ ആംഗിൾ എത്ര? 50 ഡിഗ്രി. അതാണ് അതിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഇവിടുത്തെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അപവർത്തന കോൺ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുമ്പോൾ പതനക്കോണിനെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് എ എന്ന മാധ്യമത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, 50 ഡിഗ്രിയാണ്. അല്ല, വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് എ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി കിട്ടി. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പതനക്കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് ഇവിടെ കണ്ടില്ലേ എന്താണ് ഇൻസിഡന്റ് റേ, അതായത് മീഡിയം എയിലെ ഇൻസിഡന്റ് റേ എന്ത് ചെയ്യുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്നു, കം ബാക്ക് ടു ദി സെയിം മീഡിയം, അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതിനെ നമ്മൾ എന്ത് പറയുക, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നു. മക്കൾ, ഈ ഒരു ചോദ്യം ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു 2-3 തവണ കേട്ട് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ 2-3 തവണ കേട്ട് ഒരു പ്രാവശ്യം വരച്ചൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, ക്രിട്ടിക്കൽ കോൺ ഇവിടെ 50 തന്നു വിചാരിക്കുക, അതിനേക്കാൾ കൂടിയ അളവിൽ ലൈറ്റ് വന്നാൽ അതേ മീഡിയത്തിലേക്ക് തന്നെ വരും. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. അപ്പൊ ആ 42 ഡിഗ്രിയേക്കാൾ കൂടിയ അളവിൽ ലൈറ്റ് വന്നാൽ അതേ മീഡിയത്തിലേക്ക് തന്നെ വരും. അതല്ലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. വീണ്ടും എടാ മോനെ, ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു പ്രകാശരശ്മി മാധ്യമം മീഡിയം എയിൽ നിന്നും മീഡിയം ബിയിലേക്ക് എന്ത് ചെയ്ത് കടക്കുമ്പോൾ സംഭവിക്കുന്ന അപവർത്തനത്തിന്റെ രേഖാചിത്രം തന്നിട്ടുണ്ട്. ചിത്രം കണ്ടാൽ ഇങ്ങനെ ഹെഡിംഗ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ആരോ മാർക്ക് ശ്രദ്ധിക്കണം അമ്പാനെ. ഇവിടെ ഈ നോർമലും ശ്രദ്ധിക്കണം. ഇതാണ് നോർമൽ. ഈ നോർമലും ആരോ മാർക്കും പതനരശ്മി തമ്മിലുള്ള ആംഗിൾ, ഇതിനെ നമ്മൾ പതനക്കോൺ എന്ന് പറയാം. ഇതിനെ നമ്മൾ അപവർത്തന കോൺ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ ചോദ്യം, പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുമ്പോഴുള്ള പതനക്കോൺ, അപവർത്തന കോൺ എന്നിവ കണ്ടെത്തുക. എന്താ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഏതൊക്കെയാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതേപോലത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നമ്മളോട് കണ്ടെത്താൻ പറയാണ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇത് തെറ്റിക്കരുത്. അപ്പൊ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി 90 ഡിഗ്രിയാണ്, അതിൽ 30 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 30 തന്നാൽ പിന്നെ ആംഗിൾ ഓഫ് പതനക്കോൺ എത്രയായി? 60 ഡിഗ്രി. ഇനി അങ്ങനെയെങ്കിൽ അപവർത്തന കോൺ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നിങ്ങൾ മറന്നുകാട് ഇപ്പുറത്ത് എഴുതുമോ എന്നുള്ളതാണ്
ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. എപ്പോഴും നോർമലിനോട് ചേർന്നിട്ടുള്ളതാണ് പതനക്കോണും അപവർത്തനക്കോണും നമ്മൾ കണ്ടെത്തേണ്ടത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഈ കുട്ടിക്ക് അറിയുമോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റിനകത്ത് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊരു കാരണവശാൽ തെറ്റിക്കാൻ പാടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പ് സൂര്യനെ കാണാൻ കഴിയും, എന്തുകൊണ്ടായിരിക്കും? അതായത് ഓരോരുത്തേക്ക് എന്താണ് ഹൊറിസോൺ, എന്താണ് ഈസ്റ്റേൺ ഹൊറിസോൺ ഇൻ ദ മോർണിംഗ്. നമുക്ക് എപ്പോഴും സൂര്യൻ ഉദിക്കുമ്പോഴും അതേപോലെ തന്നെ സൺസെറ്റും സൺറൈസും, അതായത് അസ്തമിക്കണ സമയത്തും സൂര്യൻ എന്ത് ചെയ്യുന്നു, ഒരു 2 മിനിറ്റ് മുന്നേ നമുക്ക് കാണാൻ പറ്റും. ഉദിക്കുന്നതിന് 2 മിനിറ്റ് മുന്നേയും കാണാൻ പറ്റും, അസ്തമിക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിനൊക്കെ കാരണം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. എന്താണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ? അതായത് അന്തരീക്ഷ അപവർത്തനം. എന്താ പറയുക? അന്തരീക്ഷ അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാനുള്ള കാരണം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, അന്തരീക്ഷ അപവർത്തനം. ഇനി അതോടൊപ്പം തന്നെ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ ആകാശം ഇരുണ്ട നിറത്തിൽ കാണാനുള്ള കാരണം അവിടെ റിഫ്രാക്ഷൻ, അന്തരീക്ഷ അപവർത്തനം സംഭവിക്കുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇതേപോലെയുള്ള കട്ടുകെട്ട് ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരിക. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കടുകെട്ട് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് A+ലേക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പാസ്സാവാൻ ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പിൾ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ായിരിക്കും. ഈസി ടു ഡിഫിക്കൽട്ട് ആണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പാസ്സാകാനുള്ള ഒരു മാർക്ക് സിമ്പിളായിട്ടാണ് കിട്ടും. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഫുൾ മാർക്ക് നേടുക എന്നുള്ള. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ ക്ലാസ് മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്, മാരത്തോൺ ലൈവില് നമ്മൾ ഫിസിക്സും കെമിസ്ട്രി ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് അടിപൊളിയാക്കണം, സെറ്റാക്കണം, കിട്ടുവാക്കണം, തൂക്കണം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആണ്.